മുച്ചിരിനെ കൊന്നതിനെ കേസ് എന്നാ അതാ ഉദ്ദേശിച്ചത്. ഇവ ആരോ ട്രാൻസ്ലേറ്റ് തരുമോ? ഹലോ മുച്ചിരിയെ കൊന്നതിനെ കണ്ണാപ്പിക്ക് കേസ് എന്നാവും പറഞ്ഞു. ആണോ? എടാ മുച്ചിരി എന്നാ നീ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോലെ നിനക്ക് പരാതി ഇല്ലെന്ന്. ഇല്ല അത് പറ്റില്ല പറഞ്ഞു. ഹലോ കാർലോ, ഹലോ കേക്കോ? ഏയ് ഇത് വേറെ പിള്ളേരുടെ ഓരോ നിർബന്ധം കാരണം ചെയ്തു പോയതാ. ജോഡിയപ്പ ജോക്കി വന്നില്ല ആണോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു മിനിറ്റ് കാർലോ, നമ്മുടെ കണ്ണാപ്പിയെ കണ്ണാപ്പിയെ കോടതി കൊണ്ട് നിർത്തിയേക്കുന്നു. ഒരു മിനിറ്റ് എന്തോന്ന് ചോദിച്ചോട്ടെ. ഹലോ എടാ കണ്ണാപ്പി, കണ്ണാപ്പി എന്തോ കാര്യം പറ. നിന്നെ രക്ഷിക്കണോ ഇപ്പം? എടാ നീ എങ്ങനെ രക്ഷിക്കാന്ന് പറ. കോടതി വന്ന് രക്ഷിക്കണോ അതോ പീടി കുത്തി തുറക്കണോ? എന്താ കാര്യം പറ. ഹലോ മുത്തേ, ഹലോ ഹലോ കണ്ണാപ്പി, അവനെ ജയിലിലോട്ട് മാറ്റി കേട്ടാ. ഗവൺമെന്റ് ആശുപത്രിയാ? ഏത് ഗവൺമെന്റ് ആശുപത്രി? അവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നെന്ന് പറ. അവിടെ നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം. നീ 10 വർഷം തൂക്കിലേറ്റം അല്ലെങ്കിൽ രക്ഷപ്പെടേ. നിന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാം, അതേ നടക്കുമല്ലോ. നല്ല വഴിയായിരിക്കും. എടാ കേസ് എന്താടാ കണ്ണാപ്പി? കേസ് മുച്ചിരിയെ കൊന്നു. അത് നമ്മുടെ ആളല്ലേ, പറഞ്ഞാ മനസ്സിലാവൂലേ? പക്ഷെ കൊന്നത് ഞാൻ കൊന്നത് ഈ ഭീകരാത്മാവാണ്. എടാ മുച്ചിരിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞാ പോരേടാ. പബ്ലിക് വയസ്സ് വെച്ച് കൊന്നുള്ള ഫേക്ക് പരാതിയില്ല. ഭീകരാണ് ഇവരെ കൊന്നത്. ആ ഹലോ പറഞ്ഞോ. അണ്ണാ അന്നെ ഇറക്കാൻ വരണം. ഈ വക്കീലത് തന്നെ ഇപ്പൊ പിടിച്ചാത്തത്. വക്കീല് ഇപ്പൊ ആത്തായി. അവനെ വിലക്ക് വെച്ചു വിട്ടു കേട്ടാ. വക്കീലിനെ വിലക്ക് വെച്ചു. സോറി എടാ നിങ്ങളെ രണ്ടിനെ ഇറക്കാൻ ഞങ്ങളിപ്പോ എവിടെ വരണം? ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നെ ഇറക്കാൻ പറ്റില്ല. വക്കീല എന്നെ ഇറക്കാനായിട്ട് വന്ന വക്കീലായിട്ട് പറഞ്ഞ മന്ദാരത്തെ ഇറക്കാനായിട്ട് വക്കീലിനെ കൊണ്ടാണ്. എടാ ഞാൻ മുച്ചിരിയെ കൊണ്ട് മുച്ചിരിയാണ് ഉപദ്രവിച്ചത്, ഞങ്ങൾക്കില്ലാത്ത പരാതി ആർക്കാന്ന് പറഞ്ഞ അലമ്പുണ്ടാക്കട്ടെ. ഈ കേസ് ശരിക്കും എന്താ? ഇപ്പം മറ്റേ ബീച്ചിൽ ചെറുതായിട്ടൊന്ന് മുച്ചിരിയെ വെടിവെച്ചു. ചന്ദ്രൻ നീകനും പോയി പറഞ്ഞു കണ്ണാപ്പി വെടിവെച്ചെന്ന് പോലീസ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഇവൻ മറ്റേ മാസ് കാണിക്കാൻ വേണ്ടി കുറ്റസമ്മതം നടത്തി. അല്ല ഇപ്പൊ പ്രശ്നം അതല്ല, ഇത് പോയി ഒരാളെ പോവുള്ളായിരുന്നു. ഇവനെ രക്ഷിക്കാൻ ഫേക്ക് വേഷം കിട്ടി മന്ദാരം പോയി കള്ള വക്കീലെന്ന് പറഞ്ഞ അവനെയും പിടിച്ചകത്തിട്ട്. അല്ല ശരിക്കും പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. കണ്ണാപ്പിക്ക് പ്രാന്തങ്ങളുടെ സർട്ടിഫിക്കറ്റ് സെറ്റ് ആക്കി അത് വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവൻ പറയും അത് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അവന്റെ വീട്ടുകാരത്തി ചോദിച്ചാൽ വെറുതെ തരും. അത് അവന്റെ കയ്യിലുണ്ട്, ഓൾറെഡി അതുണ്ട്. പക്ഷെ ഇതിനിപ്പോ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ന് അവൻ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ നാളെ ജോക്കിയും ഞാനും ജയിലിൽ പോകും. ഇല്ല ഹാജരായി അവൻ, ഹാജരായി അകത്താണവൻ. 1 രൂപയും കൂടെ കെട്ടിവെച്ചിട്ട് ഒരു ദിവസത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്കൊരു വക്കീലിനെ ഇറക്കാം. ഒരു ദിവസം, അതായത് ഒരു ദിവസം നമ്മളിപ്പോ 5 കോടിക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് ജാമ്യത്തിന്. ഓ ഇല്ല, അത്രയും കാശ് ഇറക്കാൻ വേർത്തല്ല. അത് പൈസയുടെ കാര്യം വേണ്ട, അത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അല്ല അത് നമ്മുടെ ഇറക്കത്തില്ലല്ലോ, അവന്റെ കാമുകിയെ വിളിച്ചിട്ടായിരുന്നു നമ്മൾ മേടിച്ചത്. അങ്ങനെ വല്ല സെറ്റ് ആക്കാം. അല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടിറക്കി അങ്ങനെ അത് താല്പര്യമില്ല. പിന്നെ ഈ റേഡിയോയിലൊക്കെ മെമ്പർ ആയതുകൊണ്ട് അവരിങ്ങനെ വിളിച്ച് പറയുന്നതല്ലേ, അപ്പൊ നമ്മളിങ്ങനെ റിയാക്ട്. ഇതിപ്പം ഡീലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് പരസാറിനെ കാണുക, 5 കോടി കെട്ടിവെച്ചിട്ട് ഒരു ദിവസം എക്സ്റ്റൻഷൻ ചോദിച്ചാൽ നാളെ നമുക്ക് വക്കീലിനെയും കൊണ്ട് പോകും. നാളെ വക്കീലായിട്ട് വരും. ഇന്ന് ആരും ഇല്ല. വക്കീലിനൊരു പ്രശ്നമുണ്ട്. ഇപ്പം പഴയതുപോലെ അല്ലേ, ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പരീക്ഷയൊക്കെ പാസ്സായവര് കയറ്റത്തുണ്ടോ? ജോക്കി പോയി വാദിക്കാൻ നോക്കിട്ട് അവിടെ പിന്നെ പ്രതിക്കൂട്ടി കയറിയതേ.
കാർലോ നിലവിട്ടോ ചിലപ്പോ ഈസി ആയിട്ട് ഊരി എടുക്കാം നമുക്ക് കേട്ടോ. അല്ല, പിന്നെ വേറൊരു നമ്മുടെ വക്കീൽ വിളിക്കും വരും. ആ വക്കീൽ മന്ദാരം, ഹലോ. എന്തൊരു വിവരം കെട്ടവന്മാരെയാണ് ഇതിനകത്തോട്ട്. എന്തുപോലെ ചൂർദാര് അതെന്ന് പറഞ്ഞ ചുരിദാറോ? അയ്യോ ചൂർദാർ, എന്റെ അമ്മോ ഇതേത് ഭാഷയുടെ ചൂർദാർ അല്ലടാ, ചുരിദാർ. അണ്ണാ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കാവേ. ഓക്കെ ഫുൾ ഇംഗ്ലീഷ്, മുച്ചിരി ഇംഗ്ലീഷ്. തമിഴല്ലേ? Sir, my name is Parindu Vasu. Actually, I just want to talk to Bharat Chandran sir. One of our. Kindly all remove mask. Any other? Okay. Okay. Yeah. This is guy. Any other officer in charge? സാർ എല്ലാരും കയറലും. ഹലോ Sir, hello. Sir, my name is Parindu Vasu, elder brother of Kannapi. I just want to know why this guy is cuffed. പബ്ലിക്കലി വെടിവെച്ചു. സാർ ആരെയാണ് വെടിവെച്ചത്, എന്താണ് വെടിവെച്ചത് എന്നൊന്ന് പറയാമോ? വെടിവെച്ചത് മുച്ചിരിയാണെന്നാണ് പറഞ്ഞത്. അത് പുള്ളിനെ കൺഫസ് ചെയ്തിട്ടുണ്ട്. സാർ മുച്ചിരി എന്റെ ബോഡിക്ക് പറഞ്ഞു. സാറേ ഓൾറെഡി നമ്മുടെ ഈ കേസ് ഇന്നലെ DOJ പോയിട്ട് കേസ് ഇപ്പോ ഓൾറെഡി ഓൺഗോയിങ് ആണ്. ഇപ്പൊ കറന്റ് ഇപ്പോ കേസ് അവിടെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കേസസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണാപ്പിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് ഒരു വക്കീലുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് പുള്ളിക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ DOJ അടുത്ത് പറ്റുമോ? റിക്വസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് വരാം. കാരണം ഇവിടെ ഈ കാര്യം പറഞ്ഞേക്കട്ടെ, മന്ദാരക്ക് പറ്റില്ല പറഞ്ഞേക്കട്ടെ. He's a qualified LLB. It's around 5 years. He studied day and night and passed out. സാർ ഞാൻ ഡെയിലി ബാർ കൗൺസിലിന്റെ എല്ലാ സാറേ ഞാനാണ് ആളാണ്, ഞാൻ DOJ-യിലാണ് വരുന്നത്. സാറേ നമ്മള് മധുരയുടെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ലീഗലി പേപ്പേഴ്സ്, അത് മീൻസ് കോർട്ടില് ഒരാൾ ലോയർ ലൈസൻസ് പോലത്തെ പേപ്പേഴ്സ് മധുരയ്ക്ക് ഇല്ല. അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മുടെ സിറ്റിയുടെ പുതിയ റൂൾ പ്രകാരം ഒരാൾക്ക് വേണം. അത് കിട്ടണമെന്നുണ്ടെ മിനിമം 2 ദിവസമൊക്കെ എടുക്കും. പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് സാർ. നമുക്ക് വേണ്ടി ഹാജരാവാൻ വക്കീലുമാരൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സിറ്റി ഉണ്ട് സാർ. അല്ല സാർ, നമുക്ക് അങ്ങനെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വക്കീൽ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ചെറിയ സർജറിയിലാണ്. അപ്പൊ പുള്ളി ഇല്ലാതെ നമുക്ക് വേറെ ആരും വിശ്വാസമില്ല. പക്ഷെ അവന് വേണ്ടി വാദിക്കാൻ നമ്മൾ ചേട്ടന്മാർക്ക് ഒരു അവസരം തരണം സാർ, സംസാരിക്കാൻ. കണ്ണാപ്പിക്ക് ഇന്നലെ നമ്മൾ കോർട്ട് ചെയ്യുന്നത് വാദിക്കാനുള്ള ഒരു കൂടുതൽ സെൽഫ് കണ്ണാപ്പിക്ക് തന്നെ വാദിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. അയ്യോ അതിനുള്ള കഴിവില്ല സാർ, സ്വന്തമായിട്ട് വാദിക്കാനുള്ള കഴിവ്. സാർ ഈ മിസ്റ്റർ ജോക്കി എന്ന് പറയുന്നത് താങ്കളുടെ ഫാമിലി ഉള്ളതാണ്? എന്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ്. അപ്പം മിസ്റ്റർ ജോക്കി ഇന്നലെ കോർട്ടിൽ പറഞ്ഞിരുന്നു കണ്ണാപ്പിക്ക് മെന്റൽ ഇൽനെസ് ഉണ്ടെന്ന്. അപ്പം കണ്ണാപ്പിക്ക് അതുകൊണ്ട് ഇന്ന് വാദിക്കാൻ പറ്റത്തില്ല. അണ്ണാ ഞാൻ പറയട്ടെ, അതിനുള്ള എല്ലാ പ്രൂഫ് ആയിട്ടാണല്ലോ ഞാൻ കോടതിയിലോട്ട് വരുന്നത്. നമ്മളെ മണ്ടനാക്കിയാണ് അണ്ണു ഇന്നലെ എന്നെ ഇറക്കാൻ വേണ്ടിട്ടാണ്. അത് ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മത്തിലാണ്. ഹലോ